കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ജനകീയ സംരക്ഷണ സമിതിയുടെ ലഹരിവിരുദ്ധ സന്ദേശയാത്ര ചൊവ്വാഴ്ച ആരംഭിക്കും. ആലുവയിൽ നിന്നും ആരംഭിക്കുന്ന സന്ദേശയാത്ര പെരുമ്പാവൂർ, കോലഞ്ചേരി എന്നിവിടങ്ങളിൽ പ്രചരണം നടത്തി മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. ജനകീയ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സമിതി സംസ്ഥാന പ്രസിഡന്റ് TK സജിത നയിക്കുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര ചൊവ്വാഴ്ച രാവിലെ 10-ന് ആലുവയിൽ നിന്ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തെ ബോധവൽക്കരണം നടത്തുന്നതിനും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാന് ജനകീയ സംരക്ഷണ സമിതിയുടെ പിന്തുണ നൽകുന്നതിനുമായാണ് ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തുന്നത്. ജനകീയ സംരക്ഷണ സമിതി പ്രസിഡന്റ് TK സജിത, വൈസ് പ്രസിഡന്റുമാരായ ഫാദർ ഡോക്ടർ ജോർജ് മാത്യു, അയ്യപ്പൻ പള്ളിപ്പാട്ട്, സണ്ണി മാത്യു, സംസ്ഥാന സെക്രട്ടറി സനീഷ് തങ്കപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനകീയ സംരക്ഷണ സമിതി പ്രസിഡന്റ് TK സജിത, വൈസ് പ്രസിഡന്റുമാരായ ഫാദർ ഡോക്ടർ ജോർജ് മാത്യു, അയ്യപ്പൻ പള്ളിപ്പാട്ട്, സണ്ണി മാത്യു, സംസ്ഥാന സെക്രട്ടറി സനീഷ് തങ്കപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമൂഹത്തോട് എനിക്ക് അതാണ് പറയാനുള്ളത്. ലഹരി ഒരു മുക്ത കേരളം ഉണ്ടായാൽ തന്നെ പോലീസിന്റെ പണി കുറയും. പിന്നെ ഇല്ലേ, വളരെ വളരെ നമുക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ലഹരി മുക്ത കേരളം ഞങ്ങളുടെ ഒരു വലിയ ലക്ഷ്യമാണ്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഇതിന് ബഹുഭൂരിപക്ഷവും, എല്ലാവരെയും 100% ഞാൻ പറയുന്നില്ല, എനിക്ക് പരിചയമുള്ളതിൽ പലരും എന്തെങ്കിലുമൊക്കെ ലഹരിക്ക് അടിമയാണ്. അത് നേരിട്ട് എനിക്ക് പരിചയമുണ്ട്. കാരണം ഞാൻ ചില വെളുപ്പാങ്കാലത്തിന് രാവിലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ഥലത്ത് പോകുമ്പോൾ കുറേ ചെറുപ്പക്കാർ അവരെ കാണുമ്പോഴറിയാം അവർ മറ്റ് സംസ്ഥാനങ്ങളിലാണ്. അവരെ അന്യസംസ്ഥാന തൊഴിലാളികളെന്നൊന്നും ഞാൻ വിളിക്കില്ല. ഇവിടെ പണിയെടുക്കുന്നവരെ അന്യസംസ്ഥാനമെന്ന് പറയുമ്പോൾ അത് ഭാഷാപരമായൊരു തെറ്റാണ്. നാളെ രാവിലെ 10 മണിക്ക് ആലുവയിൽ നിന്നും ആരംഭിച്ച് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ കറങ്ങി പെരുമ്പാവൂർ, കോലഞ്ചേരി, മൂവാറ്റുപുഴ, അങ്ങനെ മൂവാറ്റുപുഴയുടെ വിവിധ ഭാഗങ്ങളിലും ഞങ്ങളൊരു ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തുന്നുണ്ട്. എക്സൈസും പോലീസ് വകുപ്പും ചേർന്ന് നടത്തുന്ന ഓപ്പറേഷൻ തുഫാൻ എന്ന പദ്ധതിയെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ 14 ജില്ലയിലും ഞങ്ങൾ പോലീസിനെയും എക്സൈസ് വകുപ്പിനെയും ഈ ലഹരി വിരുദ്ധ മാഫിയക്കെതിരെ ഞങ്ങൾ ശക്തമായി പോലീസിന്റെ കൂടെ, പോലീസ് ചെയ്യുന്ന ഈ നല്ല പുണ്യപ്രവൃത്തിക്ക് വേണ്ടി പോലീസിന്റെ കൂടെ ഞങ്ങൾ എന്നും ഉണ്ടാകുമെന്ന്. ആലുവയിൽ നിന്നും ആരംഭിക്കുന്ന സന്ദേശയാത്ര പെരുമ്പാവൂർ, കോലഞ്ചേരി എന്നിവിടങ്ങളിൽ പ്രചരണം നടത്തി മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.